ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഹോം മെയ്ഡ് പനീറാണ് തയ്യാറാക്കുന്നത്. ആദ്യം ഞാൻ 2 ലിറ്റർ പാലെടുത്ത് അത് ഗ്യാസിൽ വെച്ച് കത്തിച്ചു. നല്ല തിളവന്നതിന് ശേഷം അതിലേക്ക് ചെറുനാരങ്ങയുടെ നീരുണ്ടല്ലോ, അതൊരു 2-2.5 സ്പൂണോളം എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ തന്നെ അത് നല്ല തിളവന്നിനല്ലോ, അപ്പോൾ തന്നെ അത് പനീറിൻ്റെ ഇങ്ങനെ കട്ടയായി വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊന്ന് തിളവന്നതിന് ശേഷം അത് ഓരോരോ ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കുക. പിന്നീട് ഞാൻ അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് തണുത്ത വെള്ളമാണ്. ഫ്രിഡ്ജിലെ വെള്ളം, പനീറായതിന് ശേഷം ആ ഫ്രിഡ്ജിൽ വെച്ച ആ തണുത്ത വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. നല്ല പനീറായി വന്നിട്ടുണ്ടല്ലോ. അപ്പോഴാണ് നമ്മൾ ഗ്യാസ് ഓഫാക്കുന്നതിന് മുമ്പ് തന്നെ ആ തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. പിന്നീട് ഒരു അരിപ്പയിലേക്ക് ഇത് അരിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് ചൂടുവെള്ളം, അധികം ചൂടാവരുത്, കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ഈ പനീറായി വന്നതുണ്ടല്ലോ, വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം ഒരു നല്ലൊരു കോട്ടൺ തുണി എടുത്ത് അതിലേക്ക് പനീറിനെ വെക്കുക. നല്ല രീതിയിൽ എന്താ പറയുക, 4 വശവും മൂടുന്ന രീതിയിൽ അതിനെ നല്ലോണം മടക്കി മൂടി വയ്ക്കുക പനീറിനെ. ശേഷം അതിനെ നമുക്കൊരു പാത്രത്തിൻ്റെ മുകളിലാണ് വയ്ക്കേണ്ടത്. അതിനു വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്ന സ്റ്റീൽ പാത്രം തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ സ്റ്റീൽ പാത്രത്തിനെ ഞാൻ കുമ്പെടുത്ത് വെച്ചു. അതിൻ്റെ മേലെ ഈ പനീറിനെ, തുണിയിൽ കെട്ടിയ പനീറിനെ ഞാൻ വെച്ച് കൊടുത്തു. കണ്ടോ, അതിൻ്റെ മേലെ മറ്റൊരു പാത്രം കൂടി വെച്ചു. ശേഷം നമ്മുടെ അമ്മിക്കല്ലില്ലേ, നല്ല വെയിറ്റുള്ള അമ്മിക്കല്ല്, അതിൻ്റെ അമ്മിയുടെ ചെറിയ കല്ലും കൂടി വെച്ചിട്ട് ശേഷം ഒരു 2-2.5 മണിക്കൂർ വെച്ചു. പിന്നെ അതിന് ശേഷം 2.5 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇതാ നല്ല സോഫ്റ്റ് പനീർ കിട്ടീനെ. വളരെ ഈസിയാണ് കേട്ടോ. പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ.